Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഉണ്ടല്ലോ, ഇത് ആക്ച്വലി മട്ടണിലാണ് ചെയ്യണ്ടേ, പക്ഷെ ഞാൻ ഇന്ന് ചിക്കനിലാണ് ചെയ്യാൻ പോകുന്നത്. അത് എനിക്ക് പറഞ്ഞു തന്നത് ആരാന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ മോൻ ഇപ്പോൾ ഡൽഹിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട്, അതായത് ഡൽഹി വാല, അപ്പം അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയായത്. ഇത് പണ്ട് കാലത്ത് ഓൾഡ് ഡൽഹി, ന്യൂ ഡൽഹി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അവർ വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഓൾഡ് ഡൽഹി എന്ന് പറഞ്ഞിട്ട് അവരൊരു ട്രഡീഷണൽ ആയിട്ട് ഇത് മട്ടണിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നോട് പറഞ്ഞു തന്നെ. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ചിക്കന് ചെയ്യാൻ പോവാ. കുറച്ച് വേവ്, നമുക്ക് ഈ പറഞ്ഞ പോലെ മട്ടണാണ് എപ്പോഴും രുചി കൂടുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു റെസിപ്പി എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കണം എന്ന് വിചാരിച്ചത് കൊണ്ടും ഇന്ന് നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് ചിക്കൻ പ്രിഫർ ചെയ്യുന്നതുകൊണ്ടും ഞാൻ എന്നാ ചെയ്തു, ചിക്കനിലേക്ക് ആ ഒരു കറിയൊന്നും മാറ്റിയതാ എന്നും പറഞ്ഞ് രുചിക്കേടൊന്നുമില്ല, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ പുള്ളിക്കാരത്തിയുടെ നിന്ന് പഠിച്ചെടുത്ത ഒരു കറിയാണ്. എളുപ്പമെന്ന് പറഞ്ഞാൽ ഇതുപോലെ എളുപ്പമുള്ളൊരു കാര്യമില്ല. കാര്യം ബിരിയാണി വെക്കാൻ അറിയാമെങ്കിൽ ഇതും ഭയങ്കര എളുപ്പമാണ്. ഇനി ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഇതിപ്പോൾ കുറച്ച് ചിക്കനാ, എല്ലോട് കൂടി ആവാം, ബോൺലെസ് ആവാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും മട്ടണാ. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മുടെ എരിവ് അനുസരിച്ച്. ഇതിപ്പോൾ എരിവ് ഇല്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് 2-3 അരിഞ്ഞു വെച്ചേക്കുക. പിന്നെ നമ്മുടെ ജാതിക്ക തോട് പൊട്ടിച്ചേച്ച് അകത്തെ കായ എടുത്തേക്കുക. പിന്നെ ഇത് ജാവിത്രി, അതിൻ്റെ തോല്. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി. ഇത് മൊത്തം ഞാൻ ഇപ്രാവശ്യം കാശ്മീരി മുളക് എടുക്കുന്നത്. ഞാൻ എപ്പോൾ കറി വെക്കുമ്പോഴും അത് എടുക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ എരിവ് കൂടിപ്പോയാൽ പിന്നെ പാടാം. പിന്നെ വേണ്ടിയത് കുറച്ച് പുതിന ഇല, കുറച്ച് മല്ലിയില, കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈര് ഏറ്റവും നല്ലത്. പിന്നെ ഇതിന് എന്നറിയോ, പണി എന്ന് പറയുന്നത് കുറച്ച് ഉള്ളി വറക്കണം, അത് മാത്രമേ ഉള്ളൂ. അതല്ല അരിഞ്ഞേച്ച് നമ്മൾ വഴറ്റി എടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് ഇതേപോലെ വറുത്ത് വെക്കുന്നതില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല. പിന്നെ ഉള്ളത് ഇച്ചിരി നാരങ്ങാ നീര്, പിന്നെ ഇച്ചിരി നെയ്യും വേണം. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ഈ ഉള്ളി വറുത്ത എണ്ണ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുക. അപ്പോൾ ഇത് തന്നെ നോക്കിയേ, നമ്മളൊരു ബിരിയാണി വെക്കുന്നതിൻ്റെ എഫക്റ്റാണ്. പക്ഷേ പുള്ളിക്കാരത് പറയുന്നത് വയറ്റവും പിടിക്കുകയോ ഒന്നും വേണ്ട, ഇത് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തേച്ച് അങ്ങ് വേവാൻ വെക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തപ്പോൾ സക്സസ് ആയിരുന്നു. അതേപോലെ എൻ്റെ പ്രേക്ഷകർ ഇത് പഠിക്കണമല്ലോ, ഏറ്റവും കൂടുതൽ അടുക്കളയിൽ കുറഞ്ഞ സമയം ചെലവഴിച്ച് ഏറ്റവും ബെസ്റ്റ് കറി വെക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉള്ളിക്കറിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് ജീരകം, കടുക് വറുക്കാനായിട്ട് ഒരു 2-3 വറ്റൽ മുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, പട്ടയുടെ ഇല. എത്ര ഉള്ളിയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഇത് ഞാൻ ഒരു ഉള്ളി, ഒരു മുഴുത്ത ഉള്ളി ഈ പരുവത്തിന് ഇങ്ങനെ അരിയണ്ടേന്ന് പറഞ്ഞു കേട്ടോ. നീളത്തിലല്ല, ഇതേപോലെ പെറ്റലായിട്ട് വേണം അരിയാനെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലായിരിക്കും. എന്നാലും നമ്മൾ ഒരു പ്രാവശ്യം ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതങ്ങ് സെറ്റാവും. പിന്നെ എങ്ങനെയൊക്കെ ഈ കറി വെച്ചാലും ഇങ്ങനെ അരിയത്തുള്ളൂ, അതങ്ങനെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കുറച്ച് പച്ചമുളക്, കസൂരി മേഥി, ഇത് കുറച്ച് ആംചൂർ പൗഡറാണ്, അതായത് മാങ്ങ പൊടിച്ചു വെച്ചിരിക്കുന്ന പൗഡറാണ്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പുളിരസം വേണമെന്നേ ഉള്ളൂ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ വിനാഗിരി എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീരെടുക്കാം. ഇച്ചിരി പുളി വരണം എന്നുള്ളൂ, ഒരുപാട് നമ്മൾ ചേർക്കുകയല്ല, ഇതൊരു 1/4 ടീസ്പൂണേ ചേർക്കത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പുളി മതി. പിന്നെ ഉള്ളത് കുറച്ച് ഫ്രഷ് ക്രീം. എനിക്ക് തോന്നുന്നു ഈ നോർത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്രഷ് ക്രീമാണ്. എല്ലാത്തിനും അവർ ഉപയോഗിക്കും, പക്ഷെ അതിനൊരു ടേസ്റ്റ് ഉണ്ടില്ലെന്ന് പറയുന്നില്ല. മലായി അതാണ് അവർ പറയുന്നത്, അതായത് പാൽപ്പാട എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനൊരു എല്ലാത്തിനും ഉപയോഗിക്കാറുണ്ട്, അത് ഒത്തിരി റെയർ അത് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എളുപ്പ വഴിയിൽ ഒരു ചിക്കൻ കറി വെച്ചാലോ, അതോ ഏറ്റവും സ്വാദിഷ്ടമായിട്ട് എവിടെ ഡൽഹിയിലിരിക്കുന്ന സാധനം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മളും കൂടെ കഴിക്കാൻ പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. ഫസ്റ്റ് ഈ ചിക്കൻ ഏത് പാനിലാണോ വെക്കുന്നത് അതിനകത്തോട്ട് തന്നെ അങ്ങിടുക. 10 പാത്രം ഒന്നും എടുക്കാൻ നിൽക്കല്ലേ. ചിക്കൻ 1 കിലോ ആണെങ്കിൽ നമ്മുടെ എപ്പോഴും കണക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, എരിവ് അനുസരിച്ച് പച്ചമുളക്. പിന്നെ ജാതിക്ക ഇടുമ്പോൾ ഉണ്ടല്ലോ, ഒത്തിരി എന്താ പറയുക കട്ടി പീസൊന്നും ഇടണ്ട, അതിൻ്റെ ഒരു ഫ്ലേവർ വന്നാൽ മതി. അപ്പോൾ ഒരു എന്താ പറയുക 1 കിലോ ചിക്കന് ഒരു പിഞ്ചല്ല,
എന്നാലും അതിനെക്കാട്ടിലും ഒരു ഇച്ചിരിയും കൂടി മുന്നിൽ നിന്നോട്ടെ. ഇതിൻ്റെയൊക്കെ അളവ് പറയാനാ പാട്. പിന്നെ ജാവിത്രി ആണെങ്കിൽ അതിൻ്റെ ഒരു പൂ ഫുള്ളാണെങ്കിൽ ഒരു പകുതി ഭാഗം എടുത്തു. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി 1 സ്പൂൺ ആണെങ്കിൽ മുളക് പൊടി 2 സ്പൂൺ. അതാണേ കണക്ക്. ഇതൊരു ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ ചിക്കൻ്റെ അളവ് നോക്കിക്കോണം എത്രയാന്ന്. അതിനൊന്നും വരണ്ടേ, അതിന് ആ ഗ്രേവിയൊക്കെ ഒന്നും ഉണ്ടാവണ്ടേ. അല്ലെ നമ്മൾ ഒത്തിരി കുറച്ച് അങ്ങ് ഇടുവാന്നേൽ ചിലപ്പോൾ 1 ടേബിൾ സ്പൂൺ ഞാൻ തേണ്ട ഈ ചിക്കന് നോക്കിയാൽ പോലും എനിക്ക് എൻ്റെ മനസ്സ് പറയുന്ന 1 ടേബിൾ സ്പൂൺ പോരാന്നാ. അപ്പം ഞാൻ ഒരു ഇച്ചിരി കൂടി ഇടാം. അതാ ഞാൻ പറഞ്ഞ അളവ് പറയാനായിട്ട് എപ്പോഴും പ്രയാസമാണ്. ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് എപ്പോഴും പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ചിക്കൻ്റെ അളവ് അനുസരിച്ച് ചേർക്കേണ്ടത് നമ്മുടെ ഏനം പോലെ ചേർക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകപ്പൊടി. അവരിച്ചിരി കൂടുതലിടും. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഉള്ളത് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഒത്തിരി ഇടണ്ട, അതും ഒരു 1/4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇനി മുളക് പൊടി. മുളക് പൊടിയാണ് മല്ലിപ്പൊടി 1 സ്പൂൺ ആണെങ്കിൽ മുളക് പൊടി 2 സ്പൂൺ. കാശ്മീരി മുളകാണ്. അതല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ കാശ്മീരിയും 1 സ്പൂൺ അല്ല സാധാ മുളകും കൂടെ ഇട്ടേച്ചാൽ മതി. ഇപ്പം എനിക്ക് എരിവ് ഒരുപാട് വേണ്ടാത്തത് കൊണ്ടും ഞാൻ 2 സ്പൂൺ കാശ്മീരി ആയിട്ട്. പിന്നെ എത്ര നമുക്ക് പുതിന മല്ലി ഉണ്ടോ അതത്ര ഇടാം. ഈ ചിക്കൻ കറിക്കുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഈ മല്ലിയുടെയും പുതിനയുടെയും ഫ്ലേവർ ആ മുന്നിൽ വരണ്ടേ. പിന്നെ വേണ്ടത് തൈര്. പുളിയില്ലാത്തതാണെങ്കിൽ ഒരു 2-3 സ്പൂൺ ഒഴിച്ചോ. ഇനിയാന്നു നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു 4 സവാള, ഒരു 3 വലിയ സവാള. അത് കംപ്ലീറ്റ് ആയിട്ട് വറുത്തത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിടാം. ഇനി നെക്സ്റ്റ് വേണ്ടത് കുറച്ച് ഗരം മസാല. ഗരം മസാല ഒരുപാട് വേണ്ട. ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ജാതിക്ക, ജാതിപത്രി ഇതെല്ലാം ഇട്ടില്ലേ. അപ്പം ഗരം മസാലയും കൂടെ ഒരുപാട് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കുത്തൽ മുന്നേ വയ്ക്കും. പക്ഷെ അത് വേണ്ട. പക്ഷേ നമ്മുടെ ഇറച്ചിക്കകത്ത് മസാല ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു സ്വാദ് കാണുമല്ലോ. അപ്പോൾ ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ ഇടാം. ഒരു 1/4 ടീസ്പൂൺ വിചാരിച്ചോളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് നാരങ്ങ നീര്. അത് 1 നാരങ്ങയുടെ നീരെടുത്തോളൂ. പിന്നെ ഇച്ചിരി നെയ്യും മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഏതാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത്. ഞാനിപ്പം നെയ്യാണ് എടുത്തേക്കുന്നത്. ഇനി എന്നാ ചെയ്യുന്നതെന്നറിയോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് തിരുമ്മി നമ്മൾ വേവാൻ വയ്ക്കണം. ഇനി നമ്മളിത് തിരുമ്മി ചേർക്കുമ്പോഴും നോക്കിക്കോണം, അഥവാ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ എന്നതേലും ഒരു കുറവ് തോന്നുവാന്നേൽ ചേർക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഒരു കാര്യം മാത്രം അവർ പ്രത്യേകം പറഞ്ഞെന്താ അറിയോ, നമ്മൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു രാത്രി മുഴുവനോ അല്ലെങ്കിൽ വൈകിട്ടുണ്ടാക്കുകയാണെങ്കിൽ കാലത്ത് മുഴുവനോ അങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇറച്ചി ഒന്ന് കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനും അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ടും നല്ലതാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങ് വേവിക്കാൻ പോവാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഉപ്പിടണ്ടായോ? ഈ കയ്യിലെ മസാലയും കൂടെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കല്ലേ കൈ കഴുകി ഒഴിച്ചതാണ്. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പൂടെ ഇടുക. ഉപ്പ് ഇട്ടേച്ച് ഒന്നുകൂടെ നല്ലതായിട്ട് ഇളക്കുവാണേ. ഇതിനെ ഇനി നമ്മൾ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ അധികം ശല്യം ചെയ്യാൻ പോകണ്ട.
അത് തന്നെ ഒന്ന് വെന്ത് നമ്മൾ ചേർത്ത എണ്ണയും ഇതെല്ലാം ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് അത് തന്നെ കറി ആയിക്കോളും. ഓക്കെ, ഇത് ഇവിടെ ഇരുന്ന് നമ്മൾ ആർക്കും ശല്യം ചെയ്യാതെ കറി ആയിക്കോട്ടെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ഒരു ഉള്ളിക്കറിയുടെ കഥ, അതാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. അതും ഭയങ്കര എളുപ്പാട്ടോ. ഇതേപോലെ ഒരു പാൻ വെക്കുക, തീ കത്തിച്ചേച്ച് ഇതേപോലെ നെയ്യോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലോ ഏതാന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. ഇനി എണ്ണ ചൂടാവുന്ന സമയം 1 ടീസ്പൂൺ നമുക്ക് ജീരകം, ഒരു 2 വറ്റൽമുളക് മതി കടുവറുക്കാനല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു ഇല. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഇഞ്ചി, ഒരുപാട് ഇഞ്ചി വേണ്ട, ഒരു 3/4 ടീസ്പൂൺ വെച്ചോ. ആ ഇഞ്ചിയുടെ ഒരു മൂപ്പില്ലേ അത് വേണം. ഇഞ്ചി ഒരു ഓൾമോസ്റ്റ് ഒന്ന് മൊരിയാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർക്കാവേ. ഇതൊക്കെ ശരിക്കും അവർ പറയുന്നത് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ അത് ട്രൈ ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. ഈ ഉള്ളി അധികം വേവുകയല്ല, നമ്മളൊരു ചെറിയ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം, പക്ഷെ എന്നാൽ വേവും വേണം, അത്രേ ഉള്ളൂ. അതായത് അടച്ചിട്ട് വേവിക്കൽ പരിപാടിയൊന്നുമില്ല. ഇനി എന്നാ വേണ്ടേ, ഇച്ചിരി പച്ചമുളക് നമ്മുടെ എരിവ് അനുസരിച്ചാണ്. ഇതിനകത്ത് മുളക് പൊടി ചേർക്കും, പക്ഷെ എന്നാലും നമ്മുടെ എരിവ് അനുസരിച്ച് ഒരു 2, 3, 4, 5 പച്ചമുളക്. ഉള്ളി ഇങ്ങനെ പെറ്റലായിട്ട് അരിഞ്ഞുകൊണ്ടുണ്ടല്ലോ വലിയ വേവില്ല, പെട്ടെന്ന് ആവുകയും ചെയ്യും. ഇനി തീ ഒരു ഇച്ചിരി ലോ ഫ്ലെയിം വെച്ചേച്ചേ നമുക്കൊന്ന് പൊടികളൊക്കെ ഒന്ന് ചേർക്കണ്ടേ. മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നാൽ ഒരുപാട് ചേർക്കൂല, ഒരു ഇച്ചിരി ചേർക്കത്തുള്ളൂ. ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി. അത് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി മുളക് പൊടി, 1 ടീസ്പൂണോളം ഉപയോഗിക്കാം. ഇത് രണ്ടും ഒന്ന് മൂപ്പിക്കുക. ഇതിനകത്തോട്ട് കുറച്ച് കസൂരി മേത്തി, അത് കഴിഞ്ഞേച്ച് കുറച്ച് ആംചൂർ പൗഡർ. ഇതില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വിനീഗറോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരോ ഒക്കെ ചേർത്താൽ മതി. ഇതിപ്പോ എല്ലാ സ്റ്റോറിലും ഉണ്ടാവും. ഇതൊരു 1/4 ടീസ്പൂൺ മതിയേ. ഓക്കെ, ഇനി ചേർക്കാൻ പോകുന്നതാണ് നമ്മുടെ ഫ്രഷ് ക്രീം. നമ്മൾ ഇതുവരെ ഉപ്പിട്ടില്ല, ഇടാൻ പോവാ. ഓക്കെ, ഇതിന്റെ കൂടെ ഇത്രയും ക്രീം ഉണ്ട് ഇച്ചിരി, അതും കൂടെ കളയുന്നില്ല, അതുകൂടെ ഇതിനകത്തോട്ട് നിങ്ങൾ ചേർക്കുവാണേ. ഇത്രേ ഉള്ളൂ അവർ പറയുന്ന ഉള്ളിക്കറി എന്ന് പറയുന്ന സാധനം. എന്ത് സിമ്പിളല്ലേ. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ് ഉള്ള സത്യം പറയാമല്ലോ. പിന്നെ എരിവിൻ്റെയൊക്കെ രീതി നമ്മൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഇരിക്കും. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. നമ്മൾ ഉള്ളിക്കറിയൊക്കെ വെക്കുന്ന കൂട്ടേ ഉള്ളൂ, പക്ഷേ ഇച്ചിരി എന്താ പറയുക, കസൂരി മേത്തി, നമ്മുടെ മല്ലിയിലേക്ക് വരും കസൂരി മേത്തി, കറിവേപ്പില, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾക്ക് അവരുടെ ഇഷ്ടമുള്ള ഇലകൾ മാത്രം ചേർക്കുന്നേ ഉള്ളൂ. ഇത് തിളച്ചു, ഞാൻ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇറച്ചി അനാവശ്യമായിട്ട് നമ്മൾ ശല്യം ചെയ്യാതെ അത് സാവധാനം വേവുകയാണ്. എന്നാലും അതിൻ്റെ ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനൊന്ന് ഇച്ചിരി എണ്ണയൊക്കെ തെളിയണം. തെളിഞ്ഞതേണ്ടേ നമ്മുടെ ഇറച്ചിക്കറി പോലെ ആവുന്നുണ്ടോ. ഇത് എന്നാന്നറിയാം, നമ്മളിപ്പോൾ ഇവിടെ ഒന്നും വഴറ്റുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റായിട്ട് അതിനകത്തോട്ട് നമ്മളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടു. പക്ഷെ വഴറ്റി എണ്ണ തെളിയുന്ന പോലെ തന്നെ വേണ്ട ചിക്കൻ വെന്ത് അതിൻ്റെ ആ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ടോ. ഇതിനി ഒരു ലോ ഫ്ലെയിമേൽ ഇട്ടേച്ച് കുറച്ച് നേരം കൂടി ഇടുവാണെങ്കിൽ
ഒരു ഉഗ്രൻ ചിക്കൻ കറി ആയിട്ട് മാറും കേട്ടോ. എന്നാ എളുപ്പമല്ലേ ചിക്കൻ കറി വെക്കാനായിട്ട്. അതേപോലെ ഈ ഉള്ളിക്കറിയും, ഇത് ഉള്ളിക്കറിയാന്ന് ഞാൻ വിട്ട പേരാ കേട്ടോ. അവർ കേട്ടാൽ നാണക്കേടാ, പക്ഷെ എന്നാലും ഇതിൻ്റെ പേരെന്നാന്ന് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പക്ഷെ ഇതും വെറും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതും അതായത് നമ്മൾ പല ഡിഷായിട്ട് ഇങ്ങനെ വെക്കരുത്, അല്ലാതെ ഒരു താലിയിൽ ഇത് കുറച്ച് കറി, പിന്നെ കുറച്ച് ചിക്കൻ കറി, പിന്നെ ഒരു തന്തൂരി റോട്ടിയോ എന്നതേലും. ഇതൊന്നും ഉണ്ടാക്കാൻ നമുക്ക് മെനക്കെടാൻ മേലാന്നുണ്ടെങ്കിൽ, തന്തൂരി റോട്ടി എന്നൊക്കെ പറഞ്ഞ് മെനക്കെടാൻ മേലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി ആയാലും മതി. അതിൻ്റെ കൂടെ കുറച്ച് റോ സാലഡ്, അതായത് ഉള്ളിയൊക്കെ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്നത് കണ്ടിട്ടില്ലേ, പച്ചമുളക്, ഉള്ളി, തക്കാളി, വെള്ളരിക്ക എല്ലാം വെച്ചേച്ച് അന്നേച്ച് അതുകൂടെ വെച്ചിട്ട് ഒരു താലി പോലെ ചെയ്തിട്ട് വേണം നമ്മളിത് കൊടുക്കാൻ. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഷോയിൽ ഞാൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഷിലായിട്ട് കൊടുക്കാം. ഇന്ന് ആനീസ് കിച്ചണിൽ ഇത്രയും സ്പെഷ്യലായിട്ട് ഞാൻ ഒരു ദില്ലിയിൽ കിടന്ന ഒരു റെസിപ്പി നമ്മുടെ ആനീസ് കിച്ചണിൽ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ഡയാനയും ഹസ്ബൻഡ് അമീനുമാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർക്ക് കൊടുത്താൽ ഇഷ്ടമാവുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഏട്ടനും ഇഷ്ടമായി. അപ്പോൾ എത്രയായാലും ഇവർക്കും ഇഷ്ടമാവും. പക്ഷേ അടുക്കള വൃത്തിയാക്കാതെ ഒരാളെ പോലും ഞാൻ വീട്ടിൽ കയറ്റുകയില്ല. വൃത്തിയില്ലെങ്കിൽ ഉള്ള ഇംപ്രഷനും കൂടെ പോകും.